സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദേവി നേരിട്ട് ശാരികയെ കണ്ട് മാപ്പ് ചോദിക്കുന്നതോടെ ദേവിയും ശാരിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പായി വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ആ ഞെട്ടിക്കുന്ന സത്യം അറിയുന്നത്. അതായത് നന്ദനെ കാണാനില്ലെന്ന്. നന്ദനെ കാണാതാകുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. മനസ്സ് തകർന്നിരിക്കുവാണ് ഉറ്റ സുഹൃത്തെന്ന് അറിഞ്ഞു വെച്ചിട്ടും കെവിനാണെങ്കിൽ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഋഷിയും നീയും തമ്മി അടിപിടിയുണ്ടായ സ്ഥലത്ത് നിൻ്റെ എന്തെങ്കിലും സാധനം, വാച്ചോ പേഴ്സോ അങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടതായി ഓർക്കുന്നുണ്ടോ? അതെന്താ അങ്ങനെ ചോദിക്കാൻ കാര്യമെന്ന് ചോദിക്കുമ്പം ആ സ്ഥലം അതിൻ്റെ ഓണർ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ജോലിക്കാർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അവരെങ്ങാനും വൃത്തിയാക്കുന്നതിനിടയ്ക്ക് നിൻ്റെ എന്തെങ്കിലും സാധനം കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാകും എന്ന് വിചാരിച്ച് ചോദിച്ചതാ എന്ന് പറയുമ്പം നന്ദു ആണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുന്നു. നീ എന്താ ഈ പറഞ്ഞു വരുന്നതിനർത്ഥം പോലീസും കേസും ഒക്കെ ആകുമെന്നാണോ? അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നോട് ഇതിനെപ്പറ്റി ചോദിച്ചതെന്നൊക്കെ കെവിൻ പറയുന്നെങ്കിലും നന്ദൻ്റെ സമാധാനം വീണ്ടും നഷ്ടമാകുന്നു. അങ്ങനെ കോളൊക്കെ കട്ട് ചെയ്തിട്ട് നന്ദനാണെങ്കിൽ ആ അടിപിടി ഉണ്ടായ സ്ഥലത്തേക്കാണ് പോയി നോക്കുന്നത്. എന്തെങ്കിലും സാധനം മിസ്സായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുന്ന നന്ദനെയാണെങ്കിൽ CP ത്യാഗരാജനെ കണ്ടിട്ട് തിരികെ വരുമ്പോൾ നന്ദൻ ഒറ്റയ്ക്ക് എന്തോ നോക്കുന്നത് കണ്ട് പന്തികേട് തോന്നിയ CP ആണെങ്കിൽ വണ്ടി നിർത്തി കാറിൽ നിന്ന് ഇറങ്ങി വന്ന് നന്ദനോട് ചോദിക്കുന്നു, താൻ എന്താ ഇവിടെ നോക്കുന്നേ? ഒന്നുമില്ല. അല്ലടോ, ഞാനൊരു കാര്യം ചോദിച്ചാൽ തനിക്ക് വിരോധമൊന്നും ആവണ്ട. നിങ്ങളുടെ ശത്രുവാണെന്നറിയാം, എങ്കിലും ചോദിച്ചെന്നേ ഉള്ളൂ. ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? ഋഷി എവിടെയെങ്കിലും വെച്ച് കണ്ടിരുന്നോ? അതെന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് നന്ദൻ ചോദിക്കുമ്പം കുറേ ദിവസമായി അവനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല, അവനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അരുന്ധതിയും മേഡവും ഞാനും ഒക്കെ ഒന്ന് ഉപദേശിച്ചിരുന്നു, അതിൻ്റെ വാശിക്ക് എവിടെയെങ്കിലും മാറി നിൽക്കുവാണോ എന്നാ അറിയാൻ വയ്യാത്തെ എന്നൊക്കെ പറയുമ്പം നന്ദു ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ട് പറയുന്നുണ്ട്, ഇല്ല, ഞാൻ എവിടെയും വെച്ച് കണ്ടില്ല. എന്തായാലും എന്തെങ്കിലും വിവരം കിട്ടുന്നെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണേ. താൻ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഞാൻ വേണമെങ്കിൽ വീട്ടിലേക്ക് ആക്കാമെന്ന് പറയുമ്പോൾ നന്ദു പറയുന്നു, വേണ്ട, ഇവിടെ ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അല്പനേരം കൂടി ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ CP ആണെങ്കിൽ അങ്ങ് പോകുന്നു. അതേസമയം ദേവിയും മുരളിയും കൂടി നന്ദനെ അന്വേഷിച്ച് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രജനിക്ക് കൊടുക്കാനുള്ള തക്ക മറുപടി കൊടുത്തിട്ടാണ് ദേവി വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. നന്ദുവിനാണെങ്കിൽ തീരെ വയ്യ. ഒരു MLA ആയ ദേവിക്ക് പല കടമകളും ഉണ്ട്. അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് നന്ദനെ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിലിരിക്കുന്നത്. അതുപോലും മനസ്സിലാക്കാതെ നന്ദനെ നോക്കുന്നില്ല. താൻ കാരണമാണ് നന്ദൻ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായെന്നൊക്കെ പഴി ചാരിക്കൊണ്ട് രജനി ഒരുപാട് കുത്തുവാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്നുണ്ട്. ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേക്കും ദേവിക്ക് സഹിക്കാൻ പറ്റാതായി തിരിച്ചു മറുപടി കൊടുക്കാൻ തുടങ്ങുന്നുണ്ട്. അതൊക്കെ കണ്ട് പ്രഭാവതിയും സിദ്ധുവിനും ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ദേവിയുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. രജനി ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കി അവളെ തിരുത്താൻ നോക്കുന്നെങ്കിലും ഒന്നും മനസ്സിലാക്കുന്ന ഒരു ലക്ഷണവുമില്ല. രജനിക്കാണെങ്കിൽ തക്ക മറുപടി കിട്ടിയതിൻ്റെ ഒരു ഷോക്കിലുമാണ്. അവളെ ഈ വീട്ടിൽ കയറ്റിയത് ഞാനാണ്, ഈ വീട്ടിൽ നിന്ന് ഇറക്കാൻ എന്നെ കൊണ്ട് തന്നെ സാധിക്കും എന്നൊക്കെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും പ്രഭാവതി എന്ത് വേണമെന്നറിയാൻ വയ്യാതെ വിഷമത്തിൽ നിൽക്കുന്നുണ്ട്. നന്ദനെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും ദേവിയും മുരളിയും പോകുന്നെങ്കിലും സ്ഥിരം ചെല്ലാറുള്ള ഒരു സ്ഥലത്തും നന്ദനെ കാണാനില്ല. അതുകൊണ്ട് തന്നെ കെവിനെ വിളിച്ച് കാര്യം തിരക്കാൻ മുരളി ദേവിയോട് പറയുന്നു, കൂട്ടുകാരനല്ലേ, ഇനി ഓഫീസിലേക്കും കാണാൻ ചെന്നോ അതോ കെവിൻ നിൽക്കുന്നിടത്തും കാണാൻ പോയോ എന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ദേവിയാണെങ്കിൽ കെവിനെ വിളിക്കുന്നു. കെവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നു, നന്ദൻ കൂടെയുണ്ടോ? അതെന്താ ദേവി ചോദിച്ചത്? എൻ്റെ കൂടെ ഇല്ല. അല്ല, നന്ദനെക്കുറിച്ച് യാതൊരു അറിവുമില്ല, കാണാനില്ല. കുറച്ച് നേരം കൊണ്ട് തീരെ ഒരു ഡിപ്രഷൻ സ്റ്റേജിലല്ലായിരുന്നു. ഈ സാഹചര്യത്തിൽ നന്ദൻ ഒറ്റയ്ക്ക് എവിടെ പോയെന്ന് അറിയാൻ വയ്യ, വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ കെവിൻ പറയുന്നു, ഇന്ന് എന്നെ വിളിച്ചിട്ടുമില്ല, ഞാൻ അവനെ കണ്ടിട്ടുമില്ല, മറ്റെവിടെയെങ്കിലും അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മാർത്ഥ സുഹൃത്തായിരുന്നെങ്കിൽ എല്ലാ കാര്യവും ദേവിയോടും കൂടി ഷെയർ ചെയ്യുമായിരുന്നു. ഇത് എന്തൊക്കെയോ മറച്ചു വെച്ച് ഋഷിക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയായിട്ടാണ് തോന്നിക്കുന്നത്. അതായത് കെവിൻ എല്ലാം അറിഞ്ഞു വെച്ച് ഋഷിക്കും അരുന്ധതിക്കും വേണ്ടി സ്വന്തം സുഹൃത്തിനെ ഒറ്റിക്കൊടുക്കാനാണ് വന്നിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. നന്ദു അവിടെ എല്ലാം തിരക്കി നോക്കുന്നെങ്കിലും തൻ്റെ വേണ്ടപ്പെട്ട ഒരു സാധനവും കണ്ടെത്താനാകുന്നില്ല. അങ്ങനെ തിരക്കി വരുന്ന സമയത്ത് അവിടെ ഒരു കിണർ കാണുന്നുണ്ട്. അതിലേക്ക് നോക്കി നിൽക്കുന്ന നന്ദനാണെങ്കിൽ മനസ്സിൻ്റെ താളം തെറ്റിയ ആ ഒരു മാനസികാവസ്ഥയിൽ അതിലേക്ക് ചാടാൻ പോലും തോന്നിക്കുന്നു. എന്തായാലും നന്ദു അത് ചാടുന്നതിന് മുമ്പിട്ട് ആരെങ്കിലും വന്ന് രക്ഷിക്കാതിരിക്കില്ല. നന്ദൻ ഇനി ഗിരീഷിനെ കാണാൻ വീട്ടിലേക്ക് ചെന്ന് കാണുമോ എന്ന് കരുതി രജനിയാണെങ്കിൽ ഗിരീഷിനെ വിളിച്ച് കാര്യം തിരക്കുന്നുണ്ട്. നന്ദൻ അവിടെയെങ്ങാനും വന്നിരുന്നോ? നന്ദനെ ഇപ്പോൾ കാണാനില്ലെന്ന് പറയുമ്പോഴത്തേക്കും ഗിരീഷ് പറയുന്നത് ഇങ്ങോട്ടേക്കൊന്നും വന്നില്ല, അഥവാ എന്തെങ്കിലും അറിവ് കിട്ടുവാണെങ്കിൽ ഞാൻ നിന്നെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുമ്പം അമ്മ ചോദിക്കുന്നത്, രജനിയാണോ വിളിച്ച മോനെ? ആ, രജനിയെ വിളിച്ചത്. എന്താ നിൻ്റെ മുഖത്തൊരു ടെൻഷൻ? നന്ദനെ കാണാനില്ലെന്ന്. അത് കേട്ട് ഗിരീഷിൻ്റെ അമ്മ ആകെ അങ്ങ് ഷോക്കാകുന്നു. ഈ സമയത്ത് നന്ദൻ ഇതെവിടെ പോയി കാണും? അറിയില്ലമ്മ. എന്തായാലും നന്ദനെ അന്വേഷിച്ച് മുരളിയും ദേവിയും പോയിട്ടുണ്ടെന്ന് പറയുന്നു. ഞാനും എൻ്റെ വഴിക്കൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗിരീഷ് അങ്ങ് പോകുമ്പോഴത്തേക്കും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് ഗിരീഷിൻ്റെ അമ്മ പോലും.
നന്ദനെ മാനസികമായി തകർത്തു കഴിഞ്ഞാൽ അത് ചന്ദ്രോത്ത് വീട്ടിലെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുമെന്ന് മനസ്സിലാക്കി കെവിനും ഋഷിയും അരുന്ധതിയും കൂടി ചേർന്ന് നടത്തുന്ന നാടകമായിരിക്കുമോ എന്ന് അധികം താമസിക്കാതെ അറിയാൻ പറ്റും. കാത്തിരിക്കാം.